ഒരു സിനിമാ നടന്റെ ചോദ്യമാണെങ്കിലും ഈ വിവരം ഉണ്ടായാൽ മതി അഹങ്കാരം പോകാൻ. ഇനി അവസാനം ചെന്നെത്തുന്ന മരണം, ആ മരണത്തെക്കുറിച്ചൊരു സൂചന പറഞ്ഞു നിർത്തുകയാണ് സമയക്കുറവ് കൊണ്ട്. ഇനി നമ്മുടെ അവസാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഈ ഭൂമിയിൽ പിറന്നു വീണ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പര്യവസാനം, ഈ ലോക ജീവിതത്തിന്റെ അവസാനം അൽ മൗതു, മരണമാണ്. ഇതാണ് അല്ലാഹു പറഞ്ഞത്, സുമ്മ അമാതഹു ഫഅഖ്ബറ. ഒരു നാൾ പിന്നെ ആ മനുഷ്യനെ മരിപ്പിക്കും, ഫഅഖ്ബറഹു, അവനെ സംസ്കരിക്കും, അവനെ ഖബറടക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നന്നാകാൻ, നമ്മൾ വിനയമുള്ളവരാകാൻ, നമ്മുടെ മനസ്സിലെ ഈഗോ, അഹങ്കാരം മാറിക്കിട്ടാൻ ഈ ഒരറിവ് മതി. നമ്മുടെ അവസാനം മരണാണ്. നമ്മുടെ യാത്ര മരണത്തിലേക്കാണ്. ഇന്നല്ലെങ്കിൽ നാളെ അഭിമുഖീകരിക്കാനുള്ള യാഥാർത്ഥ്യമാണ് മരണം. ഇതിനെക്കുറിച്ച് ബോധമുണ്ടായാൽ മതി, കിബിറ് പോകും. ഈ കഴിഞ്ഞയാഴ്ച അന്തരിച്ച കേരളത്തിലെ പ്രസിദ്ധനായ സിനിമാ നടൻ സലീം കുമാർ, അദ്ദേഹം മരിച്ചപ്പോ മൂവാറ്റുപുഴക്കാരനായ ഒരു സഹോദരൻ അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ വീഡിയോ ക്ലിപ്പ് എന്റെ വാട്സാപ്പിലേക്ക് അയച്ചു തന്നു. ഞാനത് കേട്ടുനോക്കി. ആള് സിനിമാ നടനായിക്കോട്ടെ, അവിശ്വാസിയാവട്ടെ, ആ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം അർത്ഥവത്താണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ഭർത്താവ് എന്ന നിലക്ക് ഞാൻ സന്തുഷ്ടനാണ്, ഒരച്ഛൻ എന്ന നിലക്ക് ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ സന്തുഷ്ടനല്ല, ഞാൻ ഹാപ്പിയല്ല. എന്തുകൊണ്ട്? ഞാൻ രോഗം ബാധിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോ, ICUവിൽ കിടന്നപ്പോ, എന്റെ ഇടതും വലതും ഫ്രണ്ടിലും ബാക്കിലും ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വാക്ക് പടക്കം പൊട്ടുന്നത് പോലെ ICUവിനകത്ത് മരണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ലൈവായി കാണുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മരണം എന്നിലെത്താൻ അധികം ദൂരമില്ല. ഞാൻ എങ്ങോട്ടാണ് ജീവിച്ച് യാത്ര ചെയ്യുന്നത് എന്നെനിക്ക് കൃത്യമായിട്ടറിയാം. മരണത്തിലേക്കാണ്. ഈ മരണത്തിലേക്ക് യാത്ര ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ദേശീയ അവാർഡ്, എന്ത് ഓസ്കാർ അവാർഡ്, ICU എന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ഈ ജീവിതം നയിക്കുന്ന ഞാൻ എങ്ങനെ അഹങ്കരിക്കാനാണ്? ഈ മരണത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ്? ഒരു സിനിമാ നടന്റെ ചോദ്യമാണെങ്കിലും ഈ വിവരം ഉണ്ടായാൽ മതി അഹങ്കാരം പോകാൻ. കൂടുതൽ കിതാബും ഖുർആനൊന്നും ഓതണ്ട, ഈ വിവരം. ഈ മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ അഹങ്കരിക്കാനാണ്? എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ്? കറക്റ്റ് ചോദ്യമാണ്. പ്രിയമുള്ളവരെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? വഅമ്മാ ആഖിറുൽ മൗത്ത് ഫയകൂനു ജമാദാ. മരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിർജീവ വസ്തുവായി മാറി തണുത്ത് നമ്മുടെ ബോഡി ഉറച്ചു പോകും. മരം പോലെ, കല്ലുപോലെ ഉറച്ചു പോകും. ഏതാനും മിനിറ്റുകൾ, കുറഞ്ഞ സമയം ആ ചൂടുണ്ടാവുള്ളൂ. പിന്നെ അത് തണുത്ത് ജമാദ് എന്ന് പറഞ്ഞാൽ കല്ലിനും മരത്തിനും ഉറച്ച സാധനത്തിനാ പറയാ. നമ്മൾ തണുത്തുറച്ചുപോയി. ആ തണുത്തുറച്ച അവസ്ഥയിൽ നിലനിൽക്കുകയില്ല. ദേഹത്തിൽ നിന്ന് ദേഹി വേർപെട്ടു പോകുമ്പോൾ, ശരീരത്തിൽ നിന്ന് റൂഹ്, ജീവൻ വേർപിരിഞ്ഞു പോകുമ്പോൾ, ശരീരത്തിൽ നിന്ന് പ്രാണം പ്രയാണം നടത്തുമ്പോൾ പിന്നെ പ്രതിരോധശേഷി ഈ ബോഡിയിൽ ഇല്ലാതെയാകും. അപ്പോൾ സംഭവിക്കുന്നതെന്താ? ബാക്ടീരിയകൾ, സൂക്ഷ്മാണുക്കൾ, ഫംഗസുകൾ നമ്മുടെ സെല്ലുകളെ, കോശങ്ങളെ തിന്നാൻ തുടങ്ങും, ഭക്ഷിക്കാൻ തുടങ്ങും.
അപ്പോഴേക്ക് ശരീരം അഴുകാൻ തുടങ്ങും, ജീർണിക്കാൻ തുടങ്ങും. മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യനെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അള്ളാഹു അയച്ച പട്ടാളക്കാരാണ് ഈ ബാക്ടീരിയയും ഫംഗസുകളും സൂക്ഷ്മാണുക്കളും. അള്ളാഹു അയച്ച സൈന്യാണ് ഈ ബോഡിയെ മണ്ണിലേക്ക് മടക്കി കൊണ്ടുപോകാൻ. അള്ളാഹുവിന്റെ സൈന്യമായ ബാക്ടീരിയകൾ, ഫംഗസുകൾ അവരുടെ പണി നമ്മുടെ ദേഹത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ശരീരം മഴുകാൻ തുടങ്ങും, ശരീരം ജീർണിക്കാൻ തുടങ്ങും, ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. അപ്പൊ പിന്നെന്താ ചെയ്യാ? ഫഅഖ്ബറഹു, ഖബറിൽ കൊണ്ടുപോയി ഇറക്കി വെക്കണം, സംസ്കരിക്കണം. എന്തിന്? ജീവിച്ചിരിക്കുന്ന ആളുകൾക്കത് അസഹ്യമായ ദുർഗന്ധം ഉണ്ടാകും, ബുദ്ധിമുട്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഖബർ കൊണ്ടുപോയേക്കുക. മുങ്കർ നക്കീർ അലൈഹി വസ്സലാമിന്റെ ചോദ്യത്തിനോ ഖബർ ജീവിതത്തിനോ നമ്മൾ ഒരുക്കുന്ന ഈ മണ്ണറൊന്നും ആവശ്യമില്ലുണ്ടോ? വിമാനം പൊട്ടിത്തകർന്ന് തരിപ്പണമായി കത്തിച്ചാമ്പലായി മയ്യത്തുകൾ ഭൂമിയിൽ പതിച്ചാലും, ബഹറിലൂടെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കരയിലെത്തുന്നത് വരെ ആ മയ്യത്ത് ഫ്രീസറിൽ ഇടണ്ട, കുളിപ്പിക്കുക, നിസ്കരിക്കുക, പലകയിൽ കെട്ടുക, സമുദ്രത്തിലേക്ക് താഴ്ത്തുക. നീലത്തിമിംഗലങ്ങൾക്ക് ഭക്ഷണമായാൽ, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മീനുകൾ തിന്നുപോയാലും ആ മനുഷ്യൻ അവിടെ ഖബറുണ്ടാവും. ഇവിടെ ദഹിപ്പിക്കപ്പെടുന്ന ബോഡികൾ, അഗ്നിക്കിരയാക്കപ്പെടുന്ന മയ്യത്തുകൾ, അതിനും അതിൻ്റെതായ ഖബറുണ്ട്. നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട ഈ മണ്ണറ എന്തിനാ നമ്മൾ ഖബറൊരുക്കി അടക്കുന്നത്? അതിന്റെ ദുർഗന്ധത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ. സുമ്മ അമാതഹു ഫഅഖ്ബറ, അവിടെ അടക്കിക്കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോന്നാൽ പിന്നെ അതിൻ്റെ അകത്ത് നടക്കുന്നത് നമ്മൾ ലൈവായി കാണാറില്ല, കാണാൻ ശ്രമിക്കാറില്ല, നമുക്കത് കാണാൻ പാടില്ല. പക്ഷെ എന്താണ് അവിടെ നടക്കുന്നത് നമുക്കറിയാം. എന്താ അവിടെ നടക്കുന്നത്? വൈകാതെ തന്നെ ഈ ശരീരത്തിലെ പാർട്സുകൾ ഉതിർന്നു വീഴും, വേർപെട്ടു പോകും. ഫയഅകുലുദ്ദൂദു അജ്സാഅഹു, നമ്മുടെ ശരീരത്തിലെ കയ്യും കാലും കണ്ണും കാതും മൂക്കും കവിൾ തടങ്ങളുമൊക്കെ പുഴുക്കൾ ശാപ്പാടാക്കും, ഭക്ഷിച്ചു തുടങ്ങും. ശരീര പാർട്സുകൾ പുഴുക്കൾ തിന്നാൻ തുടങ്ങും. ഫയസീറു റൗസൻ ഫീ അജ്വാഫിദ്ദീദാൻ, ഈ അന്തസ്സോടെ നടക്കുന്ന നമ്മളൊക്കെ ദുരഭിമാനം നടിച്ചുകൊണ്ട് ഭൂമിയുടെ പുറന്തോടുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഫയസീറു റൗസൻ ഫീ അജ്വാഫിദ്ദീദാൻ, പുഴുക്കളുടെ വയറ്റിലെ കാഷ്ടമായി നമ്മൾ മാറും. നമ്മൾ മിനുക്കി മേക്കപ്പ് ചെയ്ത് സംരക്ഷിച്ചിരുന്ന ഈ ശരീരത്തിന്റെ പാർട്സുകളുണ്ടല്ലോ, നമ്മുടെ ദേഹഭാഗങ്ങളുണ്ടല്ലോ, മാംസളമായ ഭാഗങ്ങളുണ്ടല്ലോ, ഫയസീറു റൗസൻ, അത് കാഷ്ടമാകും. കാഷ്ടം എവിടത്തെ കാഷ്ടം? ഫീ അജ്വാഫിദ്ദീദാൻ, മയ്യത്ത് തിന്നാൻ വന്ന പുഴുക്കളുടെ വയറ്റിലെ കാഷ്ടമായി നമ്മൾ മാറും. മുസ്ലിയാരെ, ജുമ കഴിഞ്ഞ് ചോറ് തിന്നാനുള്ളതല്ലേ, എന്ത് വർത്താനത്? ചോറ് തിന്നണ്ടേ? ഉള്ളതൊക്കെ അങ്ങനെ പച്ചക്ക് വിളിച്ചറിയാൻ പറ്റുമോ? ഇന്ന് ചോറ് തിന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എന്താകാൻ പോകുന്നു? മരണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ ഫയകൂനു ജീഫതൻ യഹ്റുബു മിൻഹുൽ ഹയവാൻ, മാംസബുക്കുകളായ മൃഗങ്ങൾ പോലും ആ ശവശരീരം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ 4 അയലത്ത് പോലും വരാതെ ഓടിപ്പോകും. ജീർണിക്കാത്ത മാംസാണെങ്കിൽ അവർ ശാപ്പിടും. 3 ദിവസം കഴിഞ്ഞാല് മാംസബുക്കുകളായ വന്യജീവികൾ പോലും ഓടിപ്പോകും, അവർക്ക് പോലും വേണ്ടാത്ത വിധത്തിൽ. പ്രിയപ്പെട്ടവരെ, പ്രാണപ്രേയസിയായ സുന്ദരിയും സുമുഖിയുമായ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചാൽ 3 ദിവസം പഴക്കമുള്ള മയ്യിത്താണ് അവളുടെ മയ്യിത്തെങ്കിൽ, നാളിതുവരെ ചേർത്ത് പിടിച്ചിരുന്ന അവളുടെ ആ ജീർണിച്ച ശവശരീരം കണ്ടാൽ ഒന്ന് നോക്കാനോ അവളെ ഒന്ന് തൊടാനോ നാം താല്പര്യപ്പെടും? ഒരിക്കലുമില്ല.
ഇതാണ് നമ്മൾ ആകാൻ പോകുന്നത്. അങ്ങനെ ഖബറിൽ കിടന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ അസ്ഥികൾ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങിയാൽ ഫസാറ തുറാബാ, നമ്മളൊക്കെയും സമ്പൂർണമായി മണ്ണായി തീരും. അങ്ങനെ മണ്ണായി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സലാമത്തായി അല്ലേ? ഇനി ഒന്നുമില്ല, ജീവിച്ചതൊക്കെ മിച്ചം, കിട്ടിയതൊക്കെ ലാഭം. ഇനി അങ്ങനെ മണ്ണായിട്ട് അങ്ങനെ കാലാകാലാണെങ്കിൽ രക്ഷപ്പെട്ടേനെ. പക്ഷേ അങ്ങനെ അള്ളാഹു വിടൂല. ഒരു നാൾ അള്ളാഹു ആ മണ്ണിൽ നിന്നും വിളിച്ചുണർത്തും.